ലിസാനിലെ 5ാമത്തെ പാഠാണ് ഇന്നല്ലാഹ യറാന. ഇത് ഒരു ഖലീഫ ഉമർ രാത്രിയിൽ ഒരു വീടിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഉമ്മയും മകളും സംസാരിച്ച ഒരു സംഭാഷണമാണ് ഈ കഥയിൽ പറയുന്നത്. ഉമ്മ പാലിൽ മകളോട് വെള്ളം ചേർക്കാൻ പറയുമ്പോൾ അത് നമ്മുടെ ഭരണാധികാരിയായ ഖലീഫ ഉമർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് മകൾ പറയുന്നത്. അപ്പം ഉമ്മ ചോദിക്കുന്നുണ്ട്, അത് ഖലീഫയോ ആരോ ഇപ്പം കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം മകൾ പറയുന്ന മറുപടിയാണ് ഇന്നല്ലാഹു യറാന, എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു പാഠമാണ് ഇത്. ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇസ്മ്, ഫിഅല്, ഹർഫാണ്. ഇസ്മ് പേര്, ഫിഅല് പ്രവൃത്തി, ഹർഫ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ മാലി, മുലാരി, മാലി കൂടെ ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു പാഠത്തിൽ നമുക്ക് ഇസ്മ്, ഫീല്, ഹർഫ്, പേരുകൾ, പ്രവൃത്തി എന്താണ്, പിന്നെ ഹർഫുകൾ ആണ് പഠിക്കാനുള്ളത്. പിന്നെ മുലാരി, മാലി, മുലാരി തന്നിട്ട് മാലി എഴുതാനും മാലി തന്നിട്ട് മുലാരി എഴുതാനുമാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ജമ്മും മുഫ്രദും അതും കൂടി പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് പാഠത്തിൻ്റെ അർത്ഥം നോക്കാം. ഹറജൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ലൈലൻ ലിയരിഫ അഹ്വാലന്നാസ്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ പുറപ്പെട്ടു. ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ പുറപ്പെട്ടു. വലമ്മ വസല ഇലാ ബൈറ്റ് സഈരിൻ, ഒരു ചെറിയ വീട്ടിൻ്റെ അരികിലെത്തി. സമിയ ഇവാറൻ, ഒരു സംഭാഷണം കേട്ടു. യജ്രി ബൈന ഉമ്മി വബിനത്തിഹ, ആരുടെ സംഭാഷണമാണ്? ഒരു ഉമ്മയും മകളുടെയും സംഭാഷണമാണ് കേട്ടത്. തത്ലുബുൽ ഉമ്മു മിനി ഇബ്നത്തിഹ അൻ തുലീഫൽ മാ ഇലൽ ലബനി, പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഉമ്മ മകളോട് പറയുന്നതാണ് കേട്ടത്. വലാക്കിൻ റഫലത്തിൽ ലിബിന, അത് മകള്, പക്ഷേ മകൾ അത് വേണ്ട എന്ന് പറഞ്ഞു. വക്കാലത്ത് യാ ഉമ്മി, അവൾ പറഞ്ഞു, ഇന്നൽ ഖലീഫ ഉമർ കദി നഹാന ഇലാഫത്തിൽ മാ ഇലൽ ലബൻ, ഖലീഫ ഉമർ, ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ത്, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇലാഫത്തിൽ ഉമ്മ, അപ്പോൾ ഉമ്മ മറുപടി പറഞ്ഞു, കൈഫ യഅരിഫുൽ ഖലീഫ ഹാസാഫിൽ ലൈലി, ഉമർ റളിയല്ലാഹു അൻഹു ഈ രാത്രിയിൽ എങ്ങനെ അറിയാനാണ്? വഹുവല യറാന, നമ്മൾ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നില്ലല്ലോ. ഫകാരത്തിൽ ഇബ്ന, അതിന് മറുപടിയായിട്ട് മകൾ പറഞ്ഞു, ഇൻകാൻ ഉമർ റളിയല്ലാഹു അൻഹു ലാ യറാന ഫ ഇന്നല്ലാഹ യറാന, ഉമർ റളിയല്ലാഹു കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് പറഞ്ഞതുപോലെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇസ്മ, ഫിഅല്, ഹർഫാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ പേരുകൾ വരുന്നത്. ഇപ്പോൾ ഖലീഫ, ഉമർ, നാസ്, ബൈത്ത്, ഹിവാർ, ഉമ്മുൻ, ഇബ്നത്ത്, മാഉൻ, ലബൻ, ലൈൽ, അല്ലാ. ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, ഉമർ പേരാണ്, നാസ് ജനങ്ങൾ, ബൈത്ത് വീട്, ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം, ഉമ്മുൻ ഉമ്മ, ഇബ്നത്ത് മകൾ, മാ വെള്ളം, ലബന് പാല്, ലൈലി രാത്രി, അള്ളാഹു, ഇതൊക്കെ ഒരു പേരുകളാണ് അല്ലേ. ഇപ്പോൾ രാത്രി എന്നൊക്കെ ഉള്ളത് ഒരു ഇസ്മുകളാണ്. ഫിയലുകളിൽ വരുന്നത് ഹറജ, യഅരിഫു, വസല, സമിയ, യഹ്രിജു, യത്തലിബുനു, തുലീഫു, റഫലത്ത്, കാലത്ത്, നഹ, അജാബത്ത്, യറ. ഹറജ, സമിയ കേട്ടു, നറ കണ്ടു, അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇസ്മിനോട് കൂടി ഒരു ഫീല് വരുമല്ലോ, ഒരു പ്രവൃത്തി. ഇപ്പോൾ രാത്രിയിൽ കണ്ടു, അപ്പോൾ രാത്രി എന്നുള്ളത് ഫിഅലും, കണ്ടു എന്നുള്ളത് രാത്രി എന്നുള്ളത് ഇസ്മും, കണ്ടു എന്നുള്ളത് ഫിഅലും ആയില്ലേ. അങ്ങനെയാണ് ഇസ്മും ഫിഅലും പഠിക്കുന്നത്. ഇപ്പോൾ ഫീലുകൾ നമ്മൾക്ക് ഓരോ പ്രവൃത്തിയാണ്. കണ്ടു, കേട്ടു, വന്നു, പോയി, നിർത്തി, തുടങ്ങി, അങ്ങനെയുള്ള ഫീലുകളില്ലേ. നമ്മൾ ഒരു വാക്കിനോട് മറ്റൊരു വാക്ക് ഫീലായിട്ട് ആക്കുന്ന പ്രവൃത്തികളാണ് ഫിഅൽ. ഇനി ഹർഫിൽ വരുമ്പോൾ ഹർഫുകളാണ് ഇതൊക്കെ. ഹില, മിൻ, അൻ, യാ, ഇന്ന, അൻ, ഫി, ല, എന്തിൻ്റെങ്കിലും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്, ഈ ഫീലിൻ്റെ കൂടെ ഇസ്മിൻ്റെ കൂടെ ചേർക്കാൻ ഒരു ഹർഫ് വേണം അല്ലേ. ഷജറത്ത്, ഷജറത്ത് എന്ന് പറഞ്ഞാൽ മരം. ഇല ഷജറ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ, അല്ലെ അല ഷജറ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ, ഇല എന്ന് പറഞ്ഞാൽ മരത്തിൽ. അങ്ങനെ ഒരു അർഫ് കൊടുക്കുന്നു ഫീലിന് അല്ലെങ്കിൽ ഇസ്മിനൊരു അർഫ് കൊടുക്കുന്നു. അൻ, ഇന്ന, അൻ, ഫി, ഫിൽ ഹക്കീബ, ഫിൽ ഹദീക്ക, ഹദീക്കയിൽ,
അതൊക്കെ ഇൽ നിന്നൊക്കെ ഉള്ളത് എന്താണ്, ഹർഫാണ്. അപ്പോൾ അങ്ങനെയാണ് ഇസ്മു ഫെയിൽ ഹർഫ് വരുന്നത്. അതിവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്, ജാത്തെ യോമിൻ ജാ ജിബിരിൽ അലൈഹിസ്സലാം ഇന്ദൻ നബി വസ്സഅല മൽ ഇഹ്സാൻ അജാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹു കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇങ്ങനെ ഒരു ഇത് തന്നിട്ട് ഇതിൽ നിന്ന് ഇസ്മും ഫെയിലും ഹർഫും വേർതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഇതിൽ ഓരോരോ വാക്കുകൾ എടുത്ത് നോക്കുക. അറിയുന്നത് മാത്രം നിങ്ങൾ എഴുതുക. ജാത്ത എന്താണ്? ജാത്ത ഒരു അർഫാണ് അല്ലേ. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം എന്താണ്? ഒരു ഇസ്മാണ്. ജാ എന്നുള്ളത് ഒരു ഫെയിലാണ്. ജിബ്രീൽ എന്നുള്ളത് എന്താണ്? ഒരു ഇസ്മാണ്. നമുക്കിതിൽ ഇസ്മു മാത്രം നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇസ്മു മാത്രം ഏതാണ്? ഇസ്മ് നബി, ജിബ്രീൽ, ഇഹ്സാനൊക്കെ ഇസ്മുകളാണ് അല്ലേ. ഇഹ്സാന് പിന്നെ ഇസ്മുള്ളത് ഏതാണ്? അള്ളാഹു, അതൊക്കെ ഇസ്മുകളാണ്. ജാ ആ, പിന്നെയോ അജാബ, പിന്നെ തഅബുദ, തറാഹു, യറ, ഇതൊക്കെയാണ് ഫിയലുകൾ. ഹർഫുകൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ ജാത്ത, യോമിൻ്റെ കൂടെ ജാത്ത ഉപയോഗിച്ചിട്ടുണ്ട്. ജാ ആ പക്ഷെങ്കിൽ ഫീലാണ് കേട്ടോ. ഇന്ദൻ നബി വസ്സഅല, പിന്നെയോ മൽ എന്നുള്ളത് ഒരു ഫെയിലാണ്. നബി, അൽ, അൻ, കഅന്നക, ഫഇന്നഹു, ഇതൊക്കെ ഇതൊക്കെ എന്താണ്? അർഫിലും വരുന്നതാണ്. ഇതാണ് പഠിക്കാനുള്ളത്, ഇസ്മു ഫെയില് ഹർഫ്. ഇനി അടുത്ത പ്രവർത്തനത്തിൽ മുലാരി മാലിയാക്കാനും മാലി മുലാരിയാക്കാനും വരും. അപ്പം മുലാരി മാലിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തത്തുലുബു യഅരിഫു യജ്രി യറ, മുലാരിയിൽ ഇങ്ങനെ തായ അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ മാലി എഴുതാൻ വേണ്ടി പറയും. തത്തുലുബിൻ്റെത് തുല്ലാബ്, യരിഫിൻ്റെത് അർഫ്, തത്തുലുബിൻ്റെത് ത്വാലിബ്, യജിരിൻ്റെത് ജറ, ഇറാൻ്റെത് റ. ഇനി നേരെ തിരിച്ചിട്ട് മാലി മുലാരിയാക്കാനും വേണ്ടി തരും. എന്താണ്? ഹറജ യഹ്റുജു, വസല യസിലു, സമിയ യസ്മഉ, കാല യഖൂലു. മുലാരിയെ നിങ്ങൾ പിന്നെ ഒരു എളുപ്പം ഞാൻ പറഞ്ഞുതരാം. മുലാരിൻ്റെതിലെല്ലാം യാ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ മാലി ഒരു 3 ഇങ്ങനെ ഒരു ഇതാണ് ഉണ്ടാവുക. അക്ഷരങ്ങളും 3 അത്രേ കുറച്ചേ ഉണ്ടാവും. അതിനെ വിപുലീകരിച്ച് എഴുതാനാണ് മുലാരി. കണ്ടില്ലേ? മുലാരി വിപുലീകരിച്ചിട്ടും മാലി ഷോർട്ടാക്കിയിട്ട് എഴുതുക. അങ്ങനെ ഓർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വേഗം പഠിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നുലാഹ് മുഫ്രദും ജമ്മും പഠിക്കാനാണ്. ഹാലിൻ്റെ ഇത് അഹ്വാല്, ഇബ്നത്ത്, ബനാത്ത്, ഉമ്മഹാത്ത്, മാ, മിയാഹ്. ഇതെന്തായാലും പഠിക്കണം. ഇതിൽ പഠിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്മു ഫെയിൽ ഹർഫ്, പിന്നെ ഈ ഒരു കാര്യങ്ങൾ, പിന്നെ മുലാരി മാലി മുലാരിയും പഠിക്കണം. ഇതൊക്കെ കാണാതെ തന്നെ പഠിക്കണം. പിന്നെ ഇസ്മു ഫെയിലും ഹർഫ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് ആയത്ത് തന്നാലും അല്ലെങ്കിൽ ഏതൊരു വാക്യം തന്നാലും അതിൽ നിന്ന് സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിലിപ്പോൾ ചുവന്ന കളറിലൊക്കെ ഉള്ളതൊക്കെ എന്താണ്? ഫീലാണ്. പിന്നെ നീല കളറിലൊക്കെ ഉള്ളത് ഇസ്മാണ്. കറുപ്പിലുള്ളതാണ് നമ്മുടെ ഹർഫുകൾ. ഇപ്പോൾ ഹറജ, യഅരിഫ, വസല, സമിയ, യുജിരി, തത്ലുബു, തുലീഫ, റഫല, വക്കാലത്ത്, നഹാന, വജാബത്ത്, ഇതൊക്കെ ഫിയലുകളാണ്. ഇസ്മ എന്താണ്? ഹലീഫ, ഉമർ, ലൈല്, നാസ്, ബൈത്ത്, പിന്നെ ഹിവാർ, ഇബ്നത്ത്, ലബൻ, മാ, ഇതൊക്കെ ഇസ്മുകളാണ്. അറഫുകൾ ഇതിൻ്റെ എന്താണ്? വലമ്മ, ലി, ഇല, ബൈന, മിൻ, ഇല, വലാക്കിൻ, യാ, ഇന്ന, ഖദ്, ഇല, ഫ, ഇതൊക്കെയാണ് ഹർഫുകളായിട്ടും വരുന്നത്. അതാണ് ഈ ഒരു പാഠഭാഗത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്.